കൂടുതൽ ഫാമിലി പ്ലാനിങ് നല്ലതാണ്. കേരളത്തിനെ കുറിച്ച് നല്ല കാര്യങ്ങളാണ് കേട്ടോ പഠിച്ചത്. അങ്ങനെ യു കെയിൽ സിലബസിൽ കേരളത്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ടെന്നാണ് സത്യം. കാൽറു മങ്കാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സാധനമാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി കുറച്ച് മിനുക്കപ്പണി കൂടെ ചെയ്യാൻ വേണ്ടി ഒന്ന് ഇതഴിക്കുവാണ്. ഹലോ ഫ്രണ്ട്സ്, ഇച്ചക്കിനുമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഗിനിയ ബിസാവു എന്ന് പറയുന്ന ക്യാപിറ്റൽ സിറ്റിയിലെ ഒരു ചെറിയൊരു ഗ്രാമപ്രദേശത്താണ്. കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടു. ഞാനിപ്പോൾ കൗച്ച് സർഫിങ് വഴി പരിചയപ്പെട്ട ഒരു ലോക്കൽ പെൺകുട്ടിയുടെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ വന്നു. ഞാൻ വീട്ടിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. ഇവിടെ ഞാൻ മാത്രമല്ല, വേറെ 2 സുഹൃത്തുക്കളുണ്ട്. അമീഗോ, hello, ¿cómo está? what's that? I'm doing good, thank you. Sorry, my Spanish, my Portuguese does not exist. This is Tom from UK. Nice to meet you. Nice to meet you, man. Welcome to Bissau. And this is Hannah. Hi. How are you doing? I'm good. Muy bien. Muy bien. And where are you traveling nowadays? Also from the UK. We came yesterday from Gambia Yeah, so you are on a holiday. on holiday. Yeah. പുള്ളിക്കാരി ഒരു ഹോളിഡേ ആണ്. മാത്രമല്ല, he went all the way from Morocco to. You're traveling from Morocco, right? I started in Mauritania. Oh, Mauritania to Lagos, same as you. Lagos. Yeah. Nigeria വരെ ഇങ്ങനെ പോവുകയാണ്. We will catch up somewhere again, you know, somewhere. Inshallah. We'll see each other again. And our lovely house, Nambusa. ¿Cómo está? ¿Cómo está? Oh, obrigado, okay? Yeah. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് നടക്കാൻ വേണ്ടിയൊക്കെ ഇറങ്ങിയാണ്. ഇവിടെ ആളുകൾ വീഡിയോ ഫ്രണ്ട്ലി ഒന്നും അല്ല, ഭയങ്കര രീതിയിൽ. എന്നാലും ഞാൻ ഇങ്ങനെ എടുക്കുവാണ്. ഇവരുടെ കുറേ വീടുകൾ. ഇവിടെ നമ്മുടെ റേഡിയോ, ചായ, ഖുർആന് കൊള്ളാം കേട്ടോ. നല്ല അടിപൊളി വില്ലേജ്. നമ്മളങ്ങനെ മെയിൻ റോഡിലോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എങ്ങോട്ടോ പോവുകയാണ് ഇപ്പോൾ. എങ്ങോട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ മമ്പൂസായ ഫോളോ ചെയ്യുന്നു മാത്രം. രാവിലെ ചന്ത നടക്കുവാണ് കേട്ടോ. എല്ലാ കുട്ടികളും ഹലോ. ഇവിടെ കുട്ടികളെല്ലാം ഭയങ്കര കൗതുകത്തോടെയാണ് കേട്ടോ നോക്കുന്നത്. അവരെല്ലാവരും ഹലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. വഴിയിൽ നമ്മുടെ ഇവിടെ ചന്തയൊക്കെയാണ്. അവർ സാധനങ്ങളൊക്കെ ഇട്ട് വിൽക്കുന്ന ഒരു കാഴ്ചകളൊക്കെയാണ് കേട്ടോ നമ്മൾ കാണുന്നത്. പിന്നെ അധികം കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ കഴിയില്ല. ഇവിടെ നമ്മുടെ തീ കത്തിക്കുന്ന സാധനങ്ങൾ, നാരങ്ങ, ഓറഞ്ച്, പംകിൻ, ഇവിടെ നമ്മുടെ കപ്പലണ്ടി. മാർക്കറ്റിലൂടെയാണ് കേട്ടോ പോകുന്നത്. ഞാൻ ആക്ച്വലി എൻ്റെ തൊപ്പി ഏതോ ഒരു ഭാഗത്ത് കളഞ്ഞുപോയി. ഏതോ ഒരു രാജ്യത്ത് ഞാൻ കളഞ്ഞുപോയി. അതുകൊണ്ട് 2 രാജ്യമായിട്ട് എൻ്റെ കയ്യിൽ തൊപ്പിയില്ല. അതുകൊണ്ട് എന്നെ ഭയങ്കര വെയിലടിക്കുന്നു. ഇവിടെ ഫുള്ള് കച്ചവടവും തിരക്കും ആളുകളും. നല്ല രസമുണ്ട് കേട്ടോ. ഇതിലോട്ട് ഒരു മാർക്കറ്റിലോട്ട് കയറുവാണ്. ഒരു ചെറിയൊരു മാർക്കറ്റ് കേട്ടോ. കുഞ്ഞു കടകളും വീടുകളും. ഇവിടെ പല സാധനങ്ങളും, മീന്, ഇതിന്റെ തല, പച്ചക്കറികള്. നല്ല രസമുണ്ട്. കണ്ടില്ലേ? എന്തോ വിറ്റോണ്ടിരിക്കുവാണല്ലോ. പീനട്ട് ബട്ടർ ആണ് കേട്ടോ. പീനട്ടിന്റെ എന്തോ ആണെന്ന് തോന്നുന്നു. അടിപൊളി മാർക്കറ്റ് കേട്ടോ. ഫുള്ള് ഇവിടെ മീനുകള്, കുറെ സാധനങ്ങൾ ഇങ്ങനെ വെക്കുവാണ്. മാങ്ങ, അതാണ്ട് ഇവിടെ മത്സ്യങ്ങളാണ് ഈ കാണുന്നത്. എൻ്റെ അമ്മോ, ഇവിടെ ഫുള്ള് തിരക്കും. മീനാണ് കേട്ടോ ഇവിടെ വിൽക്കുന്നത്. അവര് വെള്ളം ആക്കി വെക്കുവാണ്. ഇവിടെ നല്ല അടിപൊളി നല്ല മണമുള്ള മത്തി. ബിയൻ നോ മീനോ. ഒബ്രിഗാദോ. ഇവിടെ മനുഷ്യന് നിൽക്കാനും ഒന്നിനും പറ്റുന്നില്ല. മാർക്കറ്റ് ഫുള്ള് പാക്ഡ് ആണ്. ആളുകളും പേളുകളും മീനുകളും.
അവര് കയ്യിൽ കിട്ടിയ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. തക്കാളിയൊക്കെ ചീഞ്ഞ തക്കാളിയൊക്കെയാണ് കേട്ടോ ഇവര് വിൽക്കുന്നത്. ടൊമാറ്റോ പേസ്റ്റിനാണോ? ഇവിടെ നമ്മൾ മണിക്കൂറായിട്ട് നിൽക്കുവാണ്, കടന്നു പോകാൻ വേണ്ടി പറ്റാതെ നിൽക്കുവാണ് കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ നാട്ടിലെ മരിച്ചിനിയൊക്കെയാണ് ഇവിടെ നമുക്ക് വിൽക്കുന്നത്. കുറേ പലതരത്തിലുള്ള പച്ചക്കറികൾ കൊള്ളാം കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ കരുവാടൊക്കെയാണ് അങ്ങോട്ട് ആ ഭാഗങ്ങളിലൊക്കെ വിൽക്കുന്നത്. അവിടെ അവർ കരുവാട് അത്ര തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ എങ്ങനെയോ പുറത്തോട്ട് ഇറങ്ങിയതാണ്. ഫുള്ള് തിരക്കും. അങ്ങ് ദൂരെ ഇങ്ങനെ കിടക്കുവാണ്. ഒരു റോഡിന്റെ അകത്തുനിന്ന് ഉള്ളിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. ഇതുപോലെ റോഡിന്റെ അകത്തുനിന്ന് ഉള്ളിലോട്ട് പോകുന്ന വഴിയിലാണ് നമ്മൾ ആ മാർക്കറ്റ് കണ്ടത്. ജസ്റ്റ് ഒന്ന് കയറിയതാണ്, പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. പൊതുവെ എല്ലായിടത്തും ഇതുപോലുള്ള മാർക്കറ്റുകളാണ്. ഒരു 1 കിലോമീറ്റർ കഴിയുമ്പോൾ ഇങ്ങനെ മാർക്കറ്റ് ഏരിയകൾ തുടങ്ങും അവർ സ്ട്രീറ്റിൽ. പിന്നെ ഈ കാണുന്നത് ബാറും ഒരു എൻ്റർടൈൻമെൻറ്റ് സ്ഥലമൊക്കെയാണ് കേട്ടോ ആ കാണുന്നത്. ഇവിടെ നമുക്ക് ധാരാളം ബാറുകൾ കാണാൻ സാധിക്കും. നമ്മുടെ ഗാംബിയം കാട്ടി കൂടുതൽ ബാറുകൾ കാണാൻ സാധിക്കും. ഇവിടെ ഒരു കൾച്ചറൽ വേരിയേഷനൊക്കെ ഉണ്ട് കേട്ടോ. ഇനി അടുത്തൊരു മാർക്കറ്റിലോട്ട് കയറുവാണ്. ഇത് കൂടുതൽ അവർ ഡ്രസ്സും നാരങ്ങയും ഓറഞ്ചൊക്കെയാണ് ഇവിടെ കൂടുതൽ വെക്കുന്നത്. കാമും കൊയ്റ്റായിട്ടുള്ള മാർക്കറ്റാണ് കേട്ടോ. അരിയും പൊരിയും സാധനങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് വിൽക്കുന്നത് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഡ്രസ്സുകൾ, ഇവരുടെ ലോക്കൽ ഡ്രസ്സുകൾ. La máquina dia 22 de fevereiro fica de novo ഇവിടുത്തെ മാർക്കറ്റ് ചേച്ചി എൻ്റെ അടുത്ത് പറയുവാണ്, എൻ്റെ മുടി പുള്ളിക്കാരിക്ക് കൊടുക്കാൻ വേണ്ടി പറയുവാണ്. ഓ, ഇവിടെ ആസ്മ ഉള്ള ആളുകളൊക്കെ നിന്നാ ശ്വാസം വിട്ട് മരിക്കും കേട്ടോ ഇവിടുത്തെ മാർക്കറ്റ്. നമ്മളിനി വേറൊരു മാർക്കറ്റ് ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ വെട്ടവും വെളിച്ചമൊക്കെ ഉള്ള ഒരു മാർക്കറ്റ് ഏരിയ. എല്ലായിടത്തും തിരക്കും, ആളുകൾ കുറേ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. ആക്ച്വലി വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. മീനും തലയും കരളും വരെ സെപ്പറേറ്റ് ആയിട്ട് അവർ വിൽക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം വിൽക്കുന്നുണ്ട്. ഇത് മറ്റേ മുടിയുടെ അതൊക്കെ പഴയ യൂറോപ്പിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ബെൻസ് കാറുകളാണ് ടാക്സി ആയിട്ട് ഓടുന്നത്. ഇതൊക്കെ ഇവിടുത്തെ ബസ്സാണ് കേട്ടോ. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകളാണ്. ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് കയറുവാണ്. ഹലോ, കയറി സിറ്റിയിലെത്തി. തിരിച്ച് കുറച്ചൊക്കെ കറങ്ങി നേരെ അതേ ബസ്സിൽ കയറി വേറെ ബസ്സിൽ കയറി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. വണ്ടി നിർത്തിയാലും ആളുകൾ വെള്ളത്തിന് വേണ്ടിയതോ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇവിടെ കുട്ടികൾ കയ്യിലിരിക്കുന്ന കണ്ടില്ലേ, ഇത് ഖുർആന് പഠിച്ചിട്ട് വരുന്ന കുട്ടികളാണ് കേട്ടോ. ശരി, കുട്ടികളൊക്കെ അതാണ്ട് ഇപ്പോഴും സ്കൂളിൽ പോകുന്ന കാണുന്നില്ലേ. അതായത് നമ്മുടെ ഗിനിയ ബിസാവൂല് ഇവിടെ ടൈമായിട്ടാണ് കേട്ടോ ക്ലാസ്സുകൾ നടക്കുന്നത്. അതായത് ചില കുട്ടികൾക്ക് രാവിലെ, ചില കുട്ടികൾക്ക് ഉച്ചയ്ക്ക് തൊട്ട്, ചില കുട്ടികൾക്ക് വൈകുന്നേരം, ചില കുട്ടികളുടെ ക്ലാസ് നടക്കുന്നത് രാത്രിയാണ് കേട്ടോ. ഈവൻ ഓഫീസായാൽ പോലും രാവിലെ തൊട്ട് ഒരു ഉച്ച വരെ ഒരു കുറച്ച് ഓഫീസ് തുറന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ടൈം ആളുകൾ, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ കാര്യം. നമ്മുടെ നാട്ടിലൊന്നും രാത്രി അങ്ങനെ ക്ലാസ് ഇല്ലല്ലോ. 10ാം ക്ലാസ് SSLC അവസാനമാകുമ്പോൾ ഒന്ന് വൈകിട്ട് 2 മണിക്കൂർ എക്സ്ട്രാ ക്ലാസ് വയ്ക്കും. അല്ലാതെ നമുക്ക് കൂടുതലില്ലല്ലോ. അത് ഇവിടെ കാണാനായിട്ട് സാധിച്ചു. 9 മണിക്കൊക്കെ ഓപ്പൺ ചെയ്ത് ഇരുന്ന് പഠിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടു. കറക്റ്റ് ഇവരുടെ ഒതന്റിക് ജീവിതമാണ് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ. ഇവരുടെ വീടുകളൊക്കെ കണ്ടോ, ഇതുപോലെ മൺകട്ടകളൊക്കെ വെച്ചിട്ടാണ് ഇവരുടെ വീടുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ വീട്ടിൻ്റെ അടുത്തെത്തി. ഫുള്ള് മാങ്ങാമരങ്ങളാണ്, മാവുകളാണ്. അങ്ങനെ നമ്മുടെ മമ്പൂസാടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ മമ്പൂസാടെ വീട്. ഞാൻ രാവിലെ ഇവിടെ വന്നിട്ടാണ് പോയത്. ഒരു ചെറിയൊരു വീടാണ് കേട്ടോ. ഇവിടെ ഇവരുടെ ഫാമിലി എല്ലാം ഇവിടെയാണ് താമസിക്കുന്നത്. ഇവർക്കിതാ ഇവിടെ ഒരു കിണറൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ വീട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു കിണറൊക്കെ ഉണ്ട്. നല്ല കുഴിയുണ്ട് കേട്ടോ, നല്ല ആഴമുണ്ട്. ഇവിടെ നമ്മൾ വീട്ടിൽ വന്നിട്ട് ഇവിടെ ഇവരുടെ പ്രാദേശികമായിട്ടുള്ള ഭക്ഷണം കഴിക്കുവാണ്. ചിക്കൻ, നമ്മുടെ പീനട്ടിൻ്റെ സോസ്, പിന്നെ അതിൻ്റെ നടുക്കൊരു ചട്ടിനി. ഇതാണ് കേട്ടോ. വാട്ട് ഈസ് ദ നെയിം എംബൂസ? Name. Nome. Kalrumangar.
കാൽറോ മങ്കാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സാധനമാണ് കേട്ടോ. Hannah, you know about Kerala already. What did you study about Kerala? When I was in primary school, we learnt that Kerala has really good female education, really high female literacy rates, and really good family planning, and people have fewer children, which correlates with a really good education. Ah, okay. So you studied 25 years ago. This only in your Years school. ago, when I was very little, yeah. അതായത് അവള് പ്രൈമറി സ്കൂളിൽ കേരളത്തിനെ കുറിച്ച് 25 വർഷം മുമ്പ് പഠിച്ചിട്ടുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. കേരളത്തിനെ കുറിച്ച്, കേരളത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ എഡ്യൂക്കേഷൻ ഉണ്ട്, കേരളത്തിൽ ഫാമിലി പ്ലാനിങ് നല്ലതാണ്, കേരളത്തിനെ കുറിച്ച് നല്ല കാര്യങ്ങളാണ് കേട്ടോ പഠിച്ചത്. അങ്ങ് UK സിലബസിൽ കേരളത്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ടെന്നാണ് സത്യം. കണ്ടില്ലേ, ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണം. ഒബ്രിഗാദോ, നമ്മൾ തന്നെ ഭക്ഷണം എന്താ പുറത്തിരുന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ കണ്ടില്ലേ, അവിടെയും ആളുകൾ പുറത്താണ് കേട്ടോ എല്ലാവരും ഇരിക്കുന്നത്, വീട്ടിന്റെ പുറത്ത്. അവിടെ നിന്ന് ഒരു പെൺകുട്ടി തുണി കഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എല്ലാം പുറത്താണ്. അവരിവിടെ ഓൾറെഡി ഒരു ലെയർ ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ എന്തോ പോയിട്ട് വരുന്ന കുട്ടികളാണ് കേട്ടോ. ഹലോ, എന്റെ മുടി ആക്ച്വലി ഇത്ര ആയിട്ടോ. എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ, ഞാൻ നോക്കിയിട്ടില്ല. ഞാനിവിടെ ഉള്ള കൊച്ചുകളെല്ലാം എന്റെ മൂക്ക് ഇങ്ങനെ ആക്കിയിട്ട് പേടിപ്പിക്കാണ് കേട്ടോ. ഓക്കെ, ഡു. ട്രൈ ചെയ്യണം കേട്ടോ, ഒന്നും നടക്കില്ല. No, like this. പുളി ഭയങ്കര ഫേമസ് ആണ് കേട്ടോ, നമ്മുടെ നാട്ടിലെ പുളിയാണ് കേട്ടോ ആ കൊച്ചു ആക്കുന്നത്. ഓക്കെ, കറോഫാസി പുളിയാണ് കേട്ടോ കാണുന്നത്. പുളി കഴിക്കുന്നതാണത്, കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ദിസ് ഈസ് പുളി 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 താമറീന താമറീനോ. സ്കൂൾ ബെനീതോ ബെനീതോ സ്കൂൾ യൂണിഫോം കേട്ടോ. അതിന്റെ പാന്റ് കണ്ടില്ലേ, ജട്ടി പുറത്ത് കാണാം കേട്ടോ. മുക്കാല് ജട്ടി പുറത്ത് കാണാൻ കഴിയും. അങ്ങനെയാണ് കേട്ടോ അതിന്റെ ഫാഷൻ. സി കണ്ടില്ലേ, സി എന്ന് പറയുന്നുണ്ട് അവള്. അവന്റെ പാന്റ് താഴെ ഇറക്കിയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. ചന്തി മുഴുവൻ കാണാം. നോ പോർച്ചുഗീസ്. You now follow Portuguese. You now follow. What is your name? No me. My name is Kinda Lobish. Lobish. How are you? What is your name? My name is Umaru. Umaru. Yes. What are you doing? What? What are you doing? Are you studying? Are you student? Yes, I studying at the school. Oh, okay. No. Wait me, please. Okay. Wait. No. No video? You're shy? I use the video. Yes. You can say hi. Say hi. Say hi, amigos in English. Yes, okay. Say hi, amigos. Where are you come from? India. India. Yeah. Where are you live? I don't live here. Now today at this house. Yeah. I'm traveling all around the world. ഇവരൊക്കെ സ്കൂള് വിട്ടിട്ട് വരുന്ന കുട്ടികളാണ്. 5:30 മണിയായി. Yeah. No, my family is in India. ഇവരെല്ലാം തന്നെ ഓരോ ക്ലാസ്സിലെ ഡിഫറെന്റ് യൂണിഫോം കേട്ടോ. ഇവരുടെ സ്കൂൾ എന്ന് പറയുന്നത് ആ കാണുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ആ ഓറഞ്ച് കളറ് ആ കാണുന്നതാണ് ഇവരുടെ സ്കൂൾ എന്ന് പറയുന്നത്. സ്കൂള് വിട്ടിട്ട് വീട്ടിലോട്ട് പോകുന്ന കുറെ കുട്ടികളൊക്കെയാണ് കേട്ടോ. ഇതോ അത്. പിന്നെ പപ്പയ്ക്ക എല്ലാ വീട്ടിലും ഇതുപോലെ പപ്പയ്ക്ക ഉണ്ട് കേട്ടോ. എല്ലായിടത്തും പപ്പയ്ക്ക കാണാൻ സാധിക്കും. Have a phone? Do you have telephone? No. Telephone? No. Your cell phone is my sister. Okay.
ഇവർക്കൊക്കെ സ്കൂളിൽ ഇവർ 12ാം ക്ലാസ്സും 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ വിദ്യാർത്ഥികളാ. പക്ഷെ അവരൊക്കെ ടെലിഫോൺ കൊണ്ടുപോകും കേട്ടോ. അതുകൊണ്ട് അവിടെ കുട്ടികളൊക്കെ കണ്ടില്ലേ ഹെഡ്ഫോണൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ. സ്കൂളിലൊക്കെ ഇവർക്ക് ഫോൺ കൊണ്ടുപോകാം കേട്ടോ. 12ാം ക്ലാസ് കുട്ടികൾക്ക് വരെ ഫോൺ കൊണ്ടുപോകാം. ഇവിടെ എല്ലായിടത്തും സ്കൂളാണ് കേട്ടോ. ഏത് ദിക്ക് നോക്കിയാലും സ്കൂളുകളുടെ ബഹളമാണ്. അത് കുറേ കുട്ടികളുണ്ട് കേട്ടോ. ഇവിടെ ഓരോ കുട്ടികൾ, ഓരോ അച്ഛനമ്മമാര് വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഇവർക്ക് പൈസ ഉണ്ടോ, കുട്ടികളെ നോക്കാൻ പൈസയല്ലേ, വെറുതെ ഇങ്ങനെ പെരുത്തിടൂലേ, അതുപോലെയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും കുട്ടികളെ കാണാൻ സാധിക്കും. ഇവിടെ ആ പുളിയ ബോട്ടിൽ നിറച്ചിട്ട് വെള്ളം ഇട്ടിട്ട് അവര് കുലുക്കി ജ്യൂസ് ആക്കുവാണ് കേട്ടോ അവർ കുട്ടികള്. ഡാൻസ് അല്ല ഡാൻസ് കളിക്കുന്നതാണ്. കമാൻ മോർ മോർ നാണം കേട്ടോ. ഡാൻസ് അടിപൊളി കുട്ടികളാണോ. പുളിമുട്ടായി ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ. പുളിവെള്ളം ആസ്വദിച്ച് കുടിക്കുകയാണ് ആള്. അടുത്ത എല്ലാരും പുളിമുട്ടായിലാണ് കളി, അല്ല പുളി ജ്യൂസില്. ഒരാളെ ഒളിച്ചുള്ള ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. ഒളിച്ചിരുന്ന അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ. ഇവര് നമ്മുടെ ടാമറീനോ, നമ്മുടെ പുളിവെള്ളവും അതിന്റെ ജ്യൂസും നമ്മുടെ മന്ദാസി പോലത്തെ ഒരു മാവിന്റെ ഒരു കേക്കൊക്കെയാണ് കേട്ടോ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നത് ആൾക്കാര്. സ്കൂളിന്റെ ബാഗൊക്കെ കൊണ്ടുവന്നിട്ട് ഇത്ര നേരം തറയിലിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവ സ്കൂളിൽ പോയിട്ട് വന്നതാ. ഹലോ കോമസ്താ നോമേ നോമേ ആ നോ നോമേ മക്കുനോം മിനി മിനിയാണ് കേട്ടോ ഇത്. ഹലോ മിനി. അവളുടെ അമ്മയാണ് കേട്ടോ ആ കാണുന്നത്. അമ്മ എന്തോ ഒരു വുമൺസിന്റെ എന്തോ ഒരു മീറ്റിങ്ങിന് എന്തോ പോവുകയാണ് കേട്ടോ. ചോദിച്ചപ്പോ നമ്മുടെ കുടുംബശ്രീ പോലുള്ള സംഭവം തോന്നുന്നു. യുവർ മമ്മ എനിക്ക് തോന്നുന്നു ഇവരുടെ കുടുംബശ്രീ പോലത്തെ എന്തോ മീറ്റിംഗ് ഉണ്ടെന്നോ കേട്ടോ. അതിനാണ് കേട്ടോ കുളിച്ചൊരുങ്ങി കണ്ട് റെഡി ആയിട്ട് പോവുകയാണ് കേട്ടോ പുള്ളിക്കാരിയും വേറൊരു സ്ത്രീയും കൂടെ പോവുകയാണ്. അങ്ങനെ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി കുറച്ച് മിനുക്കപ്പണിയും കൂടെ ചെയ്യാൻ വേണ്ടി ഒന്ന് ഇത് അഴിക്കുവാണ്. ബാക്കി എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇവിടെ ഇരുട്ടാറായ കേട്ടോ. ഇത് വിചാരിക്കുന്ന പോലെയല്ല, കുറച്ച് മെനക്കെട്ട പണിയാണ്. നമ്മളെ തലേന്ന് ഇത് ഊരിയിട്ട് വരും. അതുകൊണ്ട് ഞാനിവിടെ റബ്ബർ ബാൻഡ് വേണ്ടേ, ഈ കാണുന്ന റബ്ബർ ബാൻഡില്ലേ, ഈ കാണുന്ന റബ്ബർ ബാൻഡ് ഞാൻ വാങ്ങിച്ചായിരുന്നു. സാധാരണ ഇവരുടെ തലയിൽ ഈ റബ്ബർ ബാൻഡിന്റെ ആവശ്യമില്ല. ഇവർക്ക് നേരെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ കുരുക്കി വെച്ചാൽ മാത്രം മതി, അവർ അഴിഞ്ഞൊന്നും പോകില്ല. പക്ഷെ നമ്മുടെ ഇത് അഴിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയിരിക്കുകയാണ്. വെള്ളത്തിനൊക്കെ ഭയങ്കര ഷോർട്ടേജ് ഉണ്ട് കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ താണ്ട് ആൾക്കാർ ബക്കറ്റൊക്കെ എടുത്ത് വെള്ളത്തിന് വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ ഇവിടെ കിണറുള്ളതുകൊണ്ട് എല്ലാ ആൾക്കാരും ഇവിടെയൊക്കെ വെള്ളം എടുക്കാൻ വരും. വെള്ളം മാത്രമല്ല, കറണ്ടിനും ഇവിടെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്. ചില ദിവസങ്ങളിൽ കറണ്ട് പോയാൽ പിന്നെ കറണ്ട് വരില്ല. വെള്ളത്തിനൊക്കെ ഷോർട്ടേജ് ഉണ്ട്. അതേസമയം ഈ ഗാംബിയോരൊക്കെ ഉള്ള രാജ്യങ്ങളിൽ ഇത്രയും ദിവസം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ കുറച്ച് പ്രശ്നമാണ് കേട്ടോ. ഇനി കൊണാർക്കിയും കുറച്ച് പ്രശ്നമാണ്. ഈ വെള്ളത്തിൻ്റെ കറണ്ടിൻ്റെ ഷോർട്ടേജ് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇവിടെ നേരത്തെ തൊട്ട് മണിക്കൂറായിട്ടോ പുളിവെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുക. തല ചെയ്തിട്ടുണ്ട്, ഒന്ന് സ്ട്രെച്ച് ചെയ്യട്ടെ. എങ്ങനെയുണ്ട്, കൊള്ളാമോ? കൊള്ളാന്ന് തോന്നുന്നു കേട്ടോ. ഇവരുടെ ഒന്ന് വീടൊന്ന് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ബാഗ് ഇതുകൊണ്ട് അവിടെ ഇരിക്കുവാണ്. ഇവിടെയാണ് കേട്ടോ ഇവരുടെ റൂം. ഇതുപോലെ ഇങ്ങനെ നീണ്ടു കിടക്കുവാണ്. വേറെ റൂമൊക്കെ അങ്ങോട്ട്. ഇവിടെ ആണുങ്ങൾ, അപ്പുറത്ത് ഭാഗത്ത് പെണ്ണുങ്ങളാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇവർ, സെപ്പറേറ്റഡ് ആണ് കേട്ടോ. ഇവിടെ ഞാൻ വീട്ടിൻ്റെ പുറകു വശത്തൊക്കെ കാണിച്ചു തരാം. ഇവിടെ ഇരിക്കാനുള്ള ചെയർ, ഇവിടെ നിന്ന് വേറൊരു വഴി. ഹലോ, ഇവിടെയാണ് കേട്ടോ ഇവരുടെ വീട്ടിൻ്റെ പുറക്. ഇതാണ് ഇവരുടെ ഒരു ഓപ്പൺ എയർ വാഷ്റൂമാണ്. ഇവിടെ ഇരുന്ന് നമുക്ക് മാനവും കാണാം, നമുക്ക് വെളിക്കും പോവാം. ഇതാണ് ഇവരുടെ കോമ്പ്. ഇത് വെച്ചിട്ടാണ് ഇവർ ഇങ്ങനെ മുടി ഡിവൈഡ് ചെയ്തിട്ട് ഇത് കെട്ടാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നത്. എനിക്ക് റൈസ്, എനിക്ക് തോന്നുന്നു റൈസ് ചോറുണ്ടാക്കിയതാണെന്ന് തോന്നുന്നു കേട്ടോ. അതോ കരിഞ്ഞ് ഇരിക്കണമൊക്കെ കൊള്ളാം കേട്ടോ. വൈകുന്നേരവും സ്കൂള് ലൈറ്റൊക്കെ ഇട്ട്, ആ കാണുന്നതാണ് നമ്മുടെ സ്കൂള്. വൈകുന്നേരം ലൈറ്റൊക്കെ ഇട്ട് അവിടെ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് നടക്കുവാണ്. ഇതാണ് കേട്ടോ നമ്മുടെ സ്കൂളിൻ്റെ പേര്. ഇവിടുത്തെ സ്കൂളിൻ്റെ പേരാണ്. കുട്ടികളൊക്കെ കണ്ടില്ലേ ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ? സ്കൂളിൻ്റെ അകത്തുനിന്ന് ഫോൺ ഉപയോഗിച്ച് ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുക. അതുകൊണ്ട് അവിടെ അവര്
ഇതാണ് കേട്ടോ ഇവിടെ സ്കൂളിന്റെ അകത്തുനിന്ന് ഇതൊക്കെയാണ് പരിപാടി. ഓക്കെ ബിയൻ Okay, thank you. Thank you. I am good child. I am work. you can dance this dance. Ano film? Yes. Kanto ko na pa. എല്ലാരും പൈസ വയ്ക്കാണ് കേട്ടോ. എന്റെ വീഡിയോ എടുക്കുവാണ് കേട്ടോ. എന്റെ വീഡിയോ അവര് ടിക്ടോക്കിൽ എല്ലാരും ടിക്ടോക്ക് ആണ് കേട്ടോ. ഇവിടെ ഫുള്ള് ടിക്ടോക്കാ. ഹലോ Vamos to TikTok. Pera. Good. Yeah, it looks good, man. It looks great. Really good. I'm impressed. Transformation. Can you do my next? You can try next. Yeah. ഉണ്ടല്ലേ ഇത് ഫുള്ള് ഇവിടെ കശുവണ്ടിയാണ് ഇവരുടെ മറ്റൊരു പ്രധാന വരുമാന മാർഗം. കശുവണ്ടികൾ ധാരാളം ഉണ്ട്. സ്പെഷ്യലി വില്ലേജുകളിൽ വളരെ വില കുറഞ്ഞ് നമുക്ക് കശുവണ്ടി ഇവിടെ വാങ്ങാൻ പറ്റും. പക്ഷേ ഫെബ്രുവരി ഒക്കെ കഴിഞ്ഞിട്ട് മാത്രമേ നമ്മുടെ സീസൺ തുടങ്ങുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഓരോ സ്ഥലത്തും ഇങ്ങനെ ആളുകൾ ഇവിടെ എന്താ പറയുക തുണി കഴുകുന്ന രംഗങ്ങൾ, പുറത്ത് നിന്ന് സംസാരിക്കുന്ന രംഗങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ മറ്റേ അമ്മ പോയ കൂട്ടായ്മയാണ് കേട്ടോ ആ കാണുന്നത്. അവിടെ കുറേ സ്ത്രീകൾ ഇരിക്കുന്നുണ്ട്. കണ്ടില്ല അവർ പൈസ കൊടുക്കുവാണ് കേട്ടോ. ആക്ച്വലി നമ്മുടെ കുടുംബശ്രീ പോലുള്ള ഒരു സംഭവമാണ് കേട്ടോ. അതായത് ഒരാഴ്ചയിൽ ഇവർ വന്നിട്ട് ഇത്ര നിശ്ചിത തുക അവർ പ്രസിഡന്റിന്റെ അടുത്ത് ഏൽപ്പിക്കും. നമ്മുടെ കറക്റ്റ് കേരളത്തിലെ കുടുംബശ്രീ ഇല്ലേ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ആ ഒരു സംഭവമാണ് കേട്ടോ ഞാൻ ഇവിടെ കണ്ടത്. ബ്രോ ഹലോ. Yes. ഹായ്. യു നോ മൈ Yeah. No man. തേക്കു നമ്മുടെ തേക്കു ബ്രോയാണ്. ഇത് നമ്മുടെ എംബൂസാന്റെ സഹോദരനാണ്. അങ്ങനെ ഞാൻ ബ്രോൻ്റെ കൂടെ ഞാനിവിടുത്തെ പള്ളിയിലോട്ടൊന്ന് പോവാണ്. അതുകൊണ്ട് ആ കാണുന്നതാണ് ഇവിടുത്തെ മുസ്ലിം ദേവാലയമാണ് കേട്ടോ. ആ കാണുന്ന മാവിൻ്റെ ഇടയിൽ നമ്മുടെ മിനാരം ഇങ്ങനെ നിൽക്കുവാണ്. ഞാൻ പള്ളിയിലോട്ടൊന്ന് പോവാണ്. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ പള്ളി. ഇവിടെ സ്ത്രീകൾ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും ആ പള്ളിയുടെ അകത്ത് ഇരിക്കുന്നത് കാണാം. ഒലുവൊക്കെ എടുക്കുന്നത് ഈ ഒരു വെള്ളത്തിൽ നിന്ന് ഈ ഒരു കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് ഇവിടെ ഒലുവൊക്കെ എടുക്കുന്നത്. നമ്മുടെ കറണ്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ കറണ്ട് പോയപ്പോൾ എല്ലാവരും വീട്ടിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. റോഡിൽ നിന്ന് എല്ലാവരും എന്താ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. കറണ്ടൊന്നും ചിലപ്പോൾ കറണ്ട് പോവും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ. അവസാനം നമ്മുടെ കറണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കറണ്ട് വന്നപ്പോൾ എല്ലാവരും ഹാപ്പിയാ. ഇവിടെ ഞാൻ കണ്ട വൺ ഓഫ് ദ ഒരു ക്വാളിറ്റി അബ്രിഗാദോ ഞാൻ കണ്ട ഒരു വലിയൊരു ക്വാളിറ്റിയാണ് കേട്ടോ. ഇവർ ആക്ച്വലി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഭക്ഷണം എല്ലാവർക്കും കണ്ടില്ലേ ഷെയർ ചെയ്യുന്ന കുട്ടികൾ തന്നെ വന്നിട്ട് ഷെയർ ചെയ്ത് കഴിക്കുന്നതാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ഡിന്നർ ആയപ്പോൾ വീണ്ടും സെയിം ആഹാരമാണ് കേട്ടോ. നമുക്ക് നേരത്തെ കഴിച്ച ആ സെയിം ഭക്ഷണം തന്നെയാണ്. അത് ആക്ച്വലി നമ്മുടെ പൊട്ടാറ്റോ ആണ്, നമ്മുടെ കിഴങ്ങാണ് കേട്ടോ. കിഴങ്ങും കുറച്ച് ഓയിലും ഇത് നമ്മുടെ പീനട്ട് ബട്ടർ, നമ്മുടെ ഗ്രൗണ്ട് നട്ടില്ലേ നമ്മുടെ കപ്പലണ്ടിയുടെ ഒരു സോസാണ് കേട്ടോ ആ കാണുന്നത്. അത് നമ്മുടെ റൈസുമാണ്, നമ്മുടെ അരിയുമാണ്, ചോറുമാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു വൈബാണ് കേട്ടോ. ഇവിടെ എല്ലാവരും ഇങ്ങനെ ഈവനിങ്ങിന് ഇങ്ങനെ ഇരുന്നിട്ട് കഥയൊക്കെ പറഞ്ഞ് എല്ലാ വീട്ടിൻ്റെ ഫ്രണ്ടിലും ആ ഒരു വീട്ടിൻ്റെ ഫ്രണ്ടിൽ കണ്ട് ഇവിടെ കണ്ടില്ലേ എല്ലാവരും ഇങ്ങനെ ഈവനിങ്ങിന് വീട്ടിൻ്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കും. ഇവിടെ സമയം രാത്രി 10 മണി ആയിട്ടുണ്ട്. ഇവിടെ കണ്ടില്ല എല്ലാവരും ഇതുപോലെ അവർ നമ്മുടെ മൊറോക്കനൊക്കെ ഇടുന്ന പോലത്തെ ജൂബയില്ലേ അതുപോലത്തെ ഡ്രസ്സ് ഇട്ട് പുള്ളിയുടെ വാപ്പ വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ മൊബൈലിൽ ഇങ്ങനെ കുത്തിയിട്ട് തൊപ്പിയൊക്കെ വെച്ച് ഇവിടെ ഇരിക്കുവാണ് കേട്ടോ. അതേ സെയിം സംഭവമാണ് അപ്പുറത്തെ വീട്ടിൽ ഒരു പുള്ളിക്കാരനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കാണാൻ പറ്റുന്നില്ല. ഇവിടെയുള്ള ആളുകളുടെ ജീവിതം എല്ലാം തന്നെ ഇവരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ. ഇവർ തുണി കഴുകുന്നതും ഇവരെ അരി പിടിക്കുന്നതും മൊബൈലിൽ ഇരുന്ന് കളിക്കുന്നതും രാത്രി സമയങ്ങളിൽ ഇതുപോലെ അച്ഛനമ്മമാർ പുറത്ത് എല്ലാ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പുറത്ത് വന്നിരുന്ന് കാര്യങ്ങൾ സംസാരിച്ച് അല്ലെങ്കിൽ മൊബൈലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും കേട്ടോ. അവർ തൊപ്പിയും വെച്ച് അല്ലെങ്കിൽ ഇതുപോലത്തുള്ള ഈ ഡ്രസ്സ് ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. നല്ലൊരു രസമുണ്ട്. രാത്രി 10 മണിയൊക്കെയാണ് കേട്ടോ ഇവർ ആഹാരം കഴിക്കുന്നത്. യൂട്യൂബ് കേട്ടോ. നല്ല കുടുംബം കേട്ടോ. ഇവിടെ നല്ല റൈസും എന്തൊക്കെ കഴിക്കണം കേട്ടോ. ഇവിടെ നമ്മുടെ ചോറ് നമ്മുടെ സെയിം തന്നെയാണ് കേട്ടോ ഇവർ കഴിക്കുന്നത്. നമ്മുടെ പീനട്ട് ബട്ടറുള്ള സാധനം ഇവിടെ നിന്ന് കഴിക്കുകയാണ് പറയുന്നത്. അടുത്ത ദിവസം രാവിലെ ആയി. ഞാൻ രാവിലെ തന്നെ എണീറ്റൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ നടക്കാൻ പോയി. ഇവിടെ ദാണ്ടെ ഓരോ കുട്ടികൾ സ്കൂളിലോട്ട് പോകുന്നു, അച്ഛനമ്മമാരൊക്കെ പണിക്ക് പോകുന്നു.
ഓരോ ആളുകളൊക്കെ പണിക്ക് പോകുന്നതും സ്കൂളിൽ പോകുന്ന ദൃശ്യങ്ങളൊക്കെയാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ. ഇവിടെ ആളുകൾ രാവിലെ ചായ ഉണ്ടാക്കുന്ന കാഴ്ച, അവിടെ ആളുകൾ തൂക്കുന്ന കാഴ്ച, ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ നാട് പോലെ. രാവിലെ താണ്ടെ കുട്ടികളെല്ലാം സ്കൂളിലോട്ട് പോവാണ്. ആദ്യം ചെറിയ കുട്ടികളാണ്, അവർക്ക് ഓരോ ടേം ബേസ്ഡ് ആണ് ക്ലാസ്സിന്റെ സമയം. രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി അവൻ തുണി കഴുകുന്ന കാഴ്ചയാണ്. അവർ തന്നെയാണ് കേട്ടോ, സ്വന്തം കുട്ടികൾ തന്നെയാണ് തുണി കഴുകുന്നത്. അവൾ ചെരുപ്പ് കഴുകുന്നു. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. വീട്ടിന്റെ പുറത്ത് തന്നെ ഇല്ല പാത്രം കഴുകാൻ വേണ്ടി പോവാണ്. ഇവിടെ അവര് വെള്ളം കൊണ്ടുവന്നിട്ട് വീട്ടിന്റെ പുറത്ത് തന്നെ ഇരുന്ന് പാത്രവും സംഭവങ്ങളും കഴുകും. ഓരോ ആൾക്കാർ സ്കൂളിലൊക്കെ പോവാണ് കേട്ടോ. നല്ലൊരു രസമുണ്ട് കേട്ടോ, വൈബാണ് കേട്ടോ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാഴ്ചകൾ കാണാന്. സ്കൂളിലോട്ട് ഓരോ കുട്ടികളായിട്ട് പോകുന്നു. അവിടെ നിൽക്കുന്ന ഒരു സ്ത്രീ കുട്ടികൾ, സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് വിൽക്കാനായിട്ടുള്ള സ്നാക്സും കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അവളുടെ അമ്മ ഇവിടെ തീ ഉണ്ടാക്കുവാണ് കേട്ടോ. തീ ഉണ്ടാക്കിയിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് അവർ. തീ കനൽ വെച്ചിട്ട് തീയ ഇതാക്കുക. ഇവിടെ രാവിലെ പശുവിനെയൊക്കെ അവര് തൊഴുത്തിലോട്ട് വിട്ടേക്കാണ്. പശു അടക്കണമെന്ന് കളിക്കുന്നുണ്ടോ. ഇവിടെ എല്ലാം പശുക്കളാണ്. ഓരോ ആൾക്കാരൊക്കെ തന്റെ പല്ലിയിക്കാൻ വേണ്ടി ഇറങ്ങിയുള്ളൂ. രാവിലെ എല്ലാവരും ഇതുപോലത്തുള്ള ഈ ഒരു മഗ്ഗും എടുത്തിട്ട് പല്ലിയിക്കാൻ വേണ്ടി ഇറങ്ങും. നമ്മുടെ ഭക്ഷണം രാവിലെ റെഡി ആയിട്ടുണ്ട്. അവിടെ എന്താ ചട്ടിനി, ഇവിടെ വേണ്ട ഇവരുടെ ചട്ടിനി, ചോറ്, ഇതൊക്കെയാണ് കേട്ടോ രാവിലത്തെ ഭക്ഷണം. സമയം 9 മണി ആയിട്ടുണ്ട്. അപ്പോഴാണ് ഇവർ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. അതുകൊണ്ട് അവർ ചട്ടിനി വാരി വിതറുവാണ്. അവരിതിലൊരു സോസ് പോലെ, ടൊമാറ്റോ സോസ് ഒന്നും അല്ല, ഒരു ചുമന്ന കളർ എന്തോ സോസൊക്കെ ഇട്ടു കേട്ടോ. ഞാൻ പച്ചച്ചോറ് മാത്രം കഴിക്കുകയാണ്. ഇത് മീനിന്റെ പോലത്തെ ഒരു പൊടിയാണ്, കഴിക്കാൻ പറ്റുന്നില്ല. രാവിലെ തന്നെ അവർ കളിക്കുവാണ് കേട്ടോ, നമ്മുടെ നാട്ടിലൊക്കെ കളിക്കുന്ന പോലെ. ഞാനങ്ങനെ അവസാനം ഇവിടെ നിന്ന് വിടുവാണ് കേട്ടോ. ഞാൻ ഒരു ദിവസം ചെയ്തുള്ളൂ, 2 ദിവസം ചെയ്യേണ്ടതാണ്. അടിപൊളി ഫാമിലി കേട്ടോ, ഭയങ്കര വെൽക്കമിങ്, ഭയങ്കര ഫ്രണ്ട്ലി, അടിപൊളി കേട്ടോ, നൈസ് ഫാമിലി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവരുടെ കുട്ടികളെല്ലാം 6 സഹോദരങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് മൂത്തത്, രണ്ടാമത്തത്, പിന്നെ വേറൊരു സഹോദരി, പിന്നെ ഇത് വേറൊന്ന്, പിന്നെ വേറൊരു ചെറിയ പയ്യനുണ്ട്. 6 മക്കളുണ്ട്. ഇവളുടെ അച്ഛൻ ഇന്നലെ കണ്ടല്ലോ നിങ്ങൾ. പുള്ളിക്കാരൻ രാവിലെ 7 മണിക്ക് പോകും, വൈകിട്ട് വരും. പുള്ളിക്കാരന് ടിമ്പറിൻ്റെ എന്തോ പരിപാടിയാണ്. നല്ലൊരു ഫാമിലി കേട്ടോ, നല്ല അടിപൊളി, വെൽക്കമിങ്ങും, എന്താ പറയുക, ഭയങ്കര അടിപൊളിയായിട്ടുള്ള പുള്ളിക്കാരിയുടെ അമ്മയാണ് കേട്ടോ ആ കാണുന്നത്, അവിടെ ഇരുന്ന് പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നത്. ബൈ, ടാറ്റാ, ഒബ്രിഗാദോ. സോങ് കേട്ടോ, നല്ല ഫാമിലിയാണ് കേട്ടോ. അമീഗോ, നോ നോ അമോർ, അമോർ നോ, നോ അമോർ നോ. ഇവിടെ എല്ലാ ആൾക്കാരും വഴിന്നൊക്കെ വന്നപ്പോ ഞാൻ അവളുടെ കൂടെ നടന്നു വന്നപ്പോ എല്ലാരും ചോദിക്കുവാണ്, നിങ്ങൾ കല്യാണം കഴിച്ചോ? ആൾക്കാരെല്ലാരും ഇവര് പറയുവാണ് കേട്ടോ. ഞാൻ അവൾക്ക് എന്നിട്ട് അവള് നടന്നാണ് കേട്ടോ സ്കൂളിൽ പോകുന്നത്. അപ്പൊ ഞാൻ അവൾക്ക് വേണ്ടി പൈസ കൊടുത്തു. അവൾ ഒരിക്കലും വാങ്ങുന്നില്ല. ഞാൻ പൈസ എടുത്ത് എറിഞ്ഞു കൊടുത്തിട്ട് ഞാൻ ഈ ബസ്സിൽ കയറി ഞാൻ എനിക്ക് പോകേണ്ട സ്ഥലത്ത് പോവാണ്. അപ്പൊ പുള്ളിക്കാരൻ പറയാ, നിന്റെ ലവറാണെന്ന്. ഞാൻ പൈസയൊക്കെ കൊടുത്തോണ്ട് കേട്ടോ. പാവം, അവള് പാവം കേട്ടോ, ഒരു ചെറിയ 12ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. പാവം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇന്നലെ വീട്ടിൽ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു.